ഇപ്പോഴാണ് കാര്യങ്ങൾക്ക് ഒരു തെളിച്ചം വന്നത്. കാര്യങ്ങൾക്ക് എന്ന് പറയാൻ പാടില്ല, ഒരു കാര്യം. അതെന്താന്ന് വെച്ചാൽ, ഈ 40 മിനിറ്റ് ട്രംപ് മോദിയെ വിളിച്ച് സംസാരിച്ചില്ല. അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? നമുക്കറിയാം, ഈ യുദ്ധം, അത് ഇത്, ഹോർമൂസ് കടലിടുക്ക്, അതൊക്കെ ശരി. 40 മിനിറ്റ് സംസാരിക്കാൻ എന്താ ഇതിന് മാത്രമുള്ളൂ? ഞാൻ എൻ്റെ വീഡിയോ ഒരു 20 മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേ? പലരും 6-7 മിനിറ്റ് കഴിയുമ്പോൾ എന്തെങ്കിലും തുടയട്ടെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് പോകും. മനുഷ്യർക്ക് ഒരു കാര്യം ഇങ്ങനെ കേട്ടുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഒക്കെ ഇരിക്കാൻ പറ്റുമോ? അവിടെ നടക്കുന്നത് മുഴുവൻ തന്നെ മോദിയുടെ കയ്യിൽ സകല ഇൻഫർമേഷനും ഉണ്ട്. ഇനി ട്രംപ് പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട. അപ്പം പിന്നെ എന്താ ഈ 40 മിനിറ്റ് സംസാരിച്ചത്? അതിങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞില്ലേ, ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ പോരാ, റീസെർച്ച് ചെയ്യണം. അപ്പം ഞാൻ ഇരുന്നങ്ങ് റീസെർച്ച് ചെയ്ത് ഇതെന്താ സംഗതി, ഇതിനും മാത്രം ഒരു കാര്യം എന്താ? അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു വാർത്ത കിടക്കുന്നത്. അത് അമേരിക്കൻ പടക്കപ്പലായ USS നിമിറ്റ്സ്, കുറേ പടക്കപ്പൽ അവിടെ പോയി കിടപ്പുണ്ടല്ലോ. എവിടെ? ഹോർമൂസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്യാൻ. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ബ്ലോക്ക് ചെയ്ത് ഇറാനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് അപ്പുറത്ത് താഴിന് പുറത്ത് വേറെ താഴിട്ട് ട്രംപ് നിൽക്കുക. അപ്പം അതിന് ആയിട്ട് കുറേ അധികം പടക്കപ്പൽ അവിടെ പോയി കിടപ്പുണ്ട്. USS നിമിറ്റ്സ് ഉണ്ട്, ബോക്സർ ഉണ്ട്, എബ്രഹാം ലിങ്കൺ ഉണ്ട്, ജെറാൾഡ് ഫോർഡ് ഉണ്ട്. കടലിലിങ്ങനെ അങ്ങ് കിടക്കണം. അപ്പം ഇതിൽ USS നിമിറ്റ്സിൽ നിന്ന് ഒരു പട്ടാളക്കാരി അമ്മയ്ക്ക് ഒരു പടം അയച്ചു കൊടുത്തു. അവൾക്ക് കിട്ടിയ ഉച്ചഭക്ഷണത്തിൻ്റെ ഫോട്ടോയാണ്. അപ്പം നമ്മുടെ ഈ താലി മീൽസ് പോലെ 4-5 കുഴിയൊക്കെയുള്ള പ്ലേറ്റാണ്. അതിൽ മറ്റേ ഫോർക്കും കത്തിയും ഒക്കെ ഇട്ട് ചെളി കോരി ഇട്ട പോലെ ഒരു സാധനം കിടപ്പുണ്ട് അതിൽ, കറുത്തത്. പിന്നെ ക്യാരറ്റിൻ്റെ കഷ്ണം എന്ന് തോന്നിക്കുന്ന കുറച്ച് കഷ്ണങ്ങളുമുണ്ട്. ഇതാണ് അതിനകത്തുള്ളത്. അപ്പോൾ ആ പട്ടാളക്കാരിക്ക് കിട്ടിയ ഉച്ചഭക്ഷണം അതാണ്. ഈ ചെളി ഒരു തവി വാരിയിട്ടത് അത് വേവിച്ച ഇറച്ചിയാണ് പോലും, കറുത്തായിരിക്കുന്നത്, ശരിക്കും ചെളിയാൽ കാണപ്പെടുന്നു. അപ്പോൾ ഒരു തവി വേവിച്ച ഇറച്ചിയും കുറച്ച് ക്യാരറ്റ് വേവിച്ചത്, അതൊരു 10 കഷ്ണം ഉണ്ടാകും എണ്ണി. ചെറിയ ക്യാരറ്റാണ്, വണ്ണം കുറഞ്ഞതാണ്, ഒരു വിരലിൻ്റെ വണ്ണമേ ഉള്ളൂ ക്യാരറ്റിന്. അപ്പം അങ്ങനെ അമ്മച്ചി എനിക്ക് തിന്നാനൊന്നും തരുന്നില്ല, ഞാൻ ഈ പടക്കപ്പല്ലിൽ ഇങ്ങനെ കിടക്കുക, ഞാൻ പട്ടിണി കിടന്ന് ചാകുമെന്നാണ് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊച്ച് സങ്കടം പറഞ്ഞ് അമ്മയ്ക്ക് ഫോട്ടോ അയച്ചു. അതുപോലെ വേറൊരു പട്ടാളക്കാരനോ കാരിയോ എബ്രഹാം ലിങ്കണിൽ നിന്നും അയച്ചിരിക്കുന്നു. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു തവി ചെളിയും ഈ ക്യാരറ്റ് കഷ്ണങ്ങളും പിന്നെ തുകല് പോലത്തെ ഒരു ചെരുപ്പിൻ്റെ സോള് പോലത്തെ ഒരു കഷ്ണം കിടപ്പുണ്ട്. അത് ഇറച്ചി വേറെ എന്തോ ചെയ്ത ഇതാണ് പോലും. ഇതാണ് ആ പട്ടാളക്കാരന് കിട്ടിയിരിക്കുന്നത്. അവനും അവൻ്റെ ഭാര്യയ്ക്ക് ഇത് അയച്ചു കൊടുത്തു. ഇടീ, എനിക്ക് വിശക്കുന്നുണ്ട്, ഞാനിതിനകത്ത് പട്ടിണി കിടന്ന് ചത്തുപോകൂടി. ഇതാണ് ബ്ലോക്കേഡ് ട്രംപിൻ്റെ. അപ്പം ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ മറ്റേ ഡെലിവറി ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അവരോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കൊടുക്കാത്തത് എന്താ പത്രക്കാർക്ക്? അല്ല, ഭക്ഷണത്തിൻ്റെ വിമാനം വന്നില്ല. അതെന്താ വിമാനം വരാത്തത്? അല്ല, വിമാനം ആകാശത്തൂടെ പറക്കരുതെന്ന് ഒരു നിർദ്ദേശമുണ്ട്. കാരണം ആകാശം ഡേഞ്ചറസ് ആണ്, ഗൾഫ് ആകെ. അതുകൊണ്ട് വിമാനം പറക്കരുത്. വിമാനം പറക്കരുതെന്ന് പറഞ്ഞാൽ ഡെലിവറി എങ്ങനെയാ നടക്കും? പറഞ്ഞു, അല്ല, അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങളോട് വിമാനം പറത്തരുതെന്ന് പറഞ്ഞു ഞങ്ങൾ വിമാനം പറത്തുന്നില്ല. അപ്പുറത്ത് ആരെങ്കിലും പട്ടിണി കിടന്ന് ചേർത്താൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. അപ്പോൾ അയാൾക്ക് വിമാനത്തിൻ്റെ ചാർജാണ്, അയാൾക്ക് ഡെലിവറി ചാർജാണ്. അപ്പം നമ്മുടെ ഈ സൊമാറ്റോ, സ്വിഗ്ഗി എന്നൊക്കെ പറയുന്ന പോലെ ഭക്ഷണം എത്തിക്കുന്ന ഏജൻസിയാണിത്. ഏജൻസിയോട് താൻ വിമാനം പറപ്പിക്കരുതെന്ന് പറഞ്ഞു അമ്മ വിമാനം പറപ്പിച്ചില്ല. വിമാനത്തിലാണ് ഭക്ഷണം കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഭക്ഷണവും ചെന്നില്ല. ഇതിപ്പോൾ ആരാ ഉത്തരവാദി? ആർക്കും അറിഞ്ഞൂടാ.
പട്ടാളക്കാരും വിശന്ന് ചാവുന്നു. അപ്പോഴാണ് ഇദ്ദേഹം മോദിയെ വിളിക്കുന്നത്. മോദിയെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോഴേ പുറത്ത് പറയാതെ നമ്മളെ നാറ്റിക്കാതെ ഒരു കാര്യം സാധിക്കണം. ഇന്നമാതിരി നിൽക്കുകയാണ്. ഞാനതിലെ വിമാനം പറത്തിക്കഴിഞ്ഞാൽ ആ വിമാനത്തിനിട്ട് വല്ല ഇറാനോ ആരെങ്കിലും ഒരു താങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വലിയ ക്ഷീണമാണ്. ഭക്ഷണം കിട്ടാതെ പട്ടാളക്കാർ വിഷമിക്കുന്നു. നാളെ അവർ പ്രശ്നം ഉണ്ടാക്കും. മോദി പറഞ്ഞു, അല്ല നിങ്ങൾ ഇത്രയും ആൾക്കാരെയൊക്കെ വെച്ചുകൊണ്ട് കപ്പലും ഒക്കെ ഇറക്കിയിട്ട് ചാപ്പാട് കൊടുക്കാനില്ലേ? കപ്പലിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ. അല്ല, ഉണ്ടാക്കിയെടുക്കാനുള്ള സംവിധാനത്തിന് സാധനം വേണ്ടേ? സാധനം വേണ്ടേ? ഇവർ തിന്നുന്നത് ഈ വേവിച്ച ഇറച്ചിയും മറ്റതും മറിച്ചതൊക്കെയാണ്. സാധനം തീർന്നു പോയി. 289 ദിവസമായി ഈ ജെറാൾഡ് ഫോർഡ് വെള്ളത്തിൽ കിടക്കുക. അതിന് ന്യൂക്ലിയർ പവേർഡ് എഞ്ചിനൊക്കെയാണ്. എഞ്ചിൻ ഓടിക്കൊണ്ടേ ഇരിപ്പുണ്ട്. ഈ മനുഷ്യൻ്റെ വയറ്റിനകത്തെ എഞ്ചിൻ എന്തെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ? എങ്കിലല്ലേ അവൻ എണീറ്റ് നിൽക്കാൻ പറ്റുള്ളൂ. മറ്റേത് ന്യൂക്ലിയർ പവർ കൊണ്ട് ഓടും. നമുക്ക് വയറ്റിൽ ന്യൂക്ലിയർ പവറൊന്നും ഇല്ലല്ലോ. മനുഷ്യനല്ലേ. അവന് വിശന്നിട്ട് സായിപ്പിനെ പ്രാന്തെടുത്തിട്ട് 4 തെറിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതിവിടെ ഇട്ടിട്ട് പോകും കേട്ടോ. ജെറാൾഡ് ഫോർഡ് ഇതിനു മുമ്പ് ഒരു മെയിൻ്റനൻസിന് കയറ്റി കഴിഞ്ഞ മാസം. നിങ്ങൾക്കറിയാമല്ലോ, 3-4 മാസം അത് ഗ്രീസിൽ കൊണ്ടുപോയിട്ടാണ് റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നത്. അതിൻ്റെ കാരണം ഞാനൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. മറന്നുപോയവർക്ക് വേണ്ടി വീണ്ടും പറയാം. ജെറാൾഡ് ഫോർഡിൻ്റെ ടോയ്ലറ്റുകൾ വർക്ക് ചെയ്യുന്നില്ല. 350 ടോയ്ലറ്റ് ഉണ്ട് അതിൽ 14,000 ജോലിക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് 350 ടോയ്ലറ്റ്, 10-15 പേർക്ക് ഒരു ടോയ്ലറ്റ് വെച്ചെന്നാണ് കണക്ക്. ഈ ടോയ്ലറ്റ് ഫ്ലഷ് ടാങ്കും വർക്ക് ചെയ്യുന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വർക്ക് ചെയ്യുന്നില്ല. 100 എണ്ണേ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി 250 എണ്ണം കേടാണ്. അതെന്തൊക്കെ ചെയ്ത് നോക്കിയിട്ടും അത് വർക്ക് ചെയ്യുന്നില്ല. ഒടുവിൽ ഈ ജെറാൾഡ് ഫോർഡിനെ കെട്ടി വലിച്ച് ഗ്രീസിൽ കൊണ്ടുപോയി. ഗ്രീസാണ് കപ്പലിൻ്റെ ഉസ്താദന്മാർ. കപ്പൽ റിപ്പയർ ചെയ്യുക, പൊളിക്കുക, മോഷ്ടിക്കുക, പഴയ കപ്പൽ വിൽക്കുക, കണ്ടവന് പറ്റിക്കുക, ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത് ഗ്രീക്കുകാരാണ്. അതിലെ മിടുക്കന്മാരാണ്. അവിടെ കൊണ്ടുപോയിട്ട് എൻ്റെ പൊന്നു ചേട്ടാ കക്കൂസ് ശരിയാക്കി താഴേട്ടാ, വിളിക്കിറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് അവൻ ഇതെല്ലാം കൂടെ ശരിയാക്കി കൊടുത്തു. അങ്ങനെയാണ് ജെറാൾഡ് ഫോർഡ് ഇവിടെ. ഈ ഗൾഫ് ഓഫ് ഹോർമുസിൻ്റെ ഇവിടെ ഗൾഫ് ഓഫ് ഒമാനിൽ ഇയാൾ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കക്കൂസിൽ പോകേണ്ട കാര്യമില്ല. കാരണം ഭക്ഷണം കഴിച്ചാലേ ഈ പരിപാടിയുള്ളൂ. ആ പാത്രങ്ങളൊന്നും കക്കൂസിൽ പോകുന്നില്ല. ആ അവസ്ഥയായി ജെറാൾഡ് ഫോർഡിൻ്റെ. ഒക്കെ കൂടെ പ്രശ്നമായി. അപ്പോൾ നരേന്ദ്രമോദിയെ വിളിച്ചു. ഇത് അറബിക്കടലിലാണ് കിടക്കുന്നത്. ചേട്ടൻ വിചാരിച്ചാൽ ടപ്പേന്ന് പറഞ്ഞ് നടക്കും. ഞാനൊന്ന് നോക്കട്ടെ ചേട്ടാ, അതിൻ്റെ കൂടെ ഞങ്ങളൊരു ചെറിയ പരിപാടി ചെയ്തു. അതെന്താ? ചേട്ടൻ്റെ 2 ടാങ്കർ അതിൽ പോകുന്നുണ്ടായിരുന്നു. അവരെ ഞങ്ങൾ വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ അതിനകത്ത് പാചകവും സംഗതിയൊക്കെ ചെയ്യുന്ന സർദാർജിയെ ഞങ്ങൾ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, സർദാർജി ഞങ്ങളെ രക്ഷിക്കണം. അപ്പോൾ ഈ സർദാർജിമാർ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ ഉദാരമനസ്കരാണ്. സർദാർജി, നമ്മൾ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശന്നാലുണ്ടല്ലോ, ഈ ഹോട്ടലിൽ പോയി ഇല്ലാത്ത കാശൊന്നും കൊടുത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നേരെ ഒരു ഗുരുദ്വാരയിൽ കയറി ചെല്ലുക. അവിടെ ലങ്കാറുണ്ട്, അവരുടെ ഭക്ഷണശാല. ഒരു ചോദ്യവും പറച്ചിലുമില്ല. നിങ്ങൾക്ക് കയറിയിരിക്കാം. അവർ ചപ്പാത്തിയോ പൂരിയോ എന്താണെന്ന് വെച്ചാൽ തരും. ഇഷ്ടം പോലെ കഴിക്കാം. മൃഷ്ടാന്നം കഴിച്ചിട്ട് കൈയും കഴുകി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ഒരു ചോദ്യവും ചോദിക്കില്ല. നിങ്ങൾ സിഖുകാരനല്ലല്ലോ, ഒന്നുമില്ല അവർക്ക്. അതിനുള്ളിൽ സിഖ് ഗുരുദ്വാരയിൽ കയറണമെന്നുണ്ടെങ്കിൽ തലയിൽ നമ്മളൊരു തൂവാലയെങ്കിലും ഇടണം, അത്രയേ ഉള്ളൂ. വേറെ ഒരു കണ്ടീഷനില്ല. അത്രയ്ക്ക് ഉദാര ശിരോമണികളാണ് സിഖുകാർ. അപ്പോൾ സർദാർജിയുടെ മനസ്സറിഞ്ഞു. സർദാർജി എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പം നമ്മുടെ കപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണ, ഗ്യാസ്, ഫെർട്ടിലൈസർ ഇതൊക്കെ കൊണ്ടുവരുന്ന കപ്പലാണ്. 150 പേര് അതിനകത്തുണ്ടാകും സ്റ്റാഫ്. അവർക്ക് വേണ്ടിയിട്ട് കുറേ അരി, ഗോതമ്പ് പൊടി, അത് ഇതൊക്കെയാണ്. അതെല്ലാം എടുത്തിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി താഴെയിട്ടാന്ന് പറഞ്ഞു. ആ സർദാർജിയും പുള്ളിയുടെ കൂടെയുള്ളവരും ഒക്കെ ചേർന്ന് കംപ്ലീറ്റ് സാധനങ്ങൾ അവർ പറഞ്ഞു, നിങ്ങൾ കഴിച്ചോ മുഴുവൻ. കാരണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നേരെ ഗുജറാത്തിൽ ഞങ്ങൾ കയറും.
അത് കയറാനായിട്ട് ഒരു 10 മണിക്കൂർ എടുക്കുമെന്ന് വെച്ചോ. 10 മണിക്കൂർ ഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ ചത്തൊന്നും പോകാൻ പോകുന്നില്ല, പല വെച്ചവെള്ളമൊക്കെ കുടിച്ചോളാം, നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞ് വിശാലഹൃദയനായ സർദാർജി ഇവന്മാർക്ക് ശാപ്പാട് കൊടുത്തു. ഒരു പെർമിഷനും എടുത്തില്ല, ആരോടും ചോദിച്ചുമില്ല. അപ്പോൾ ഈ വിവരവും ഞാൻ ചേട്ടനോടൊന്ന് പറയണമല്ലോ, ഇങ്ങനെ ഒരു സംഗതിയൊക്കെ പറ്റി. പിന്നെ ആരെങ്കിലും പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞ് ഫോട്ടോയൊക്കെ ആയി വഷളായി പ്രശ്നമാകണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. മോദി പറഞ്ഞു, എടോ താൻ എന്തൊക്കെ ചെയ്യും, താൻ എന്തെല്ലാം പറഞ്ഞു ഇന്ത്യയെ പറ്റി, അവസാനം വിശന്നപ്പോൾ ഭക്ഷണം തരാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ, എന്ത് ഗതികേടാണോ അല്ലേ. ട്രംപ് പറഞ്ഞു, എൻ്റെ പൊന്നാശാനെ എന്നെ നാറ്റിക്കരുത്, ജീവിതമാണ്, ഞാൻ അമേരിക്കൻ പ്രസിഡൻ്റാണ്, എൻ്റെ മാനം കളയരുത്. താൻ വലിയ അതൊക്കെ പോട്ടെ, അതൊക്കെ എന്നെ ഓർമ്മിപ്പിക്കാതെ എന്നൊക്കെ പറഞ്ഞെങ്കിലും ട്രംപ് പിന്നെയും തിരിച്ചു പറയുമെന്ന് മോദിക്കറിയാം. മോദി നോക്കിക്കഴിഞ്ഞപ്പോൾ ട്രംപിനെ അല്ലല്ലോ, നമുക്ക് വിശക്കുന്ന പട്ടാളക്കാരെ നോക്കണ്ടേ. അവസാനം ഭക്ഷണം എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഗുജറാത്തിലോ ബോംബെയിലോ, നമുക്കിപ്പോൾ 5000 പേർക്ക് 15000 പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആളുകൾക്ക് നിസ്സാര പണിയാണ്. ചാടപട എന്ന് പറഞ്ഞ് ചപ്പാത്തി പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഇപ്പം സായിപ്പിന് എരിവ് പറ്റുകയില്ല. നല്ല കാര്യം, ചപ്പാത്തിയും വെറുതെ ഉരുളക്കിഴങ്ങും ഉപ്പും ഇട്ട് ഒരു കറിയും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വിശന്നിരിക്കുകയല്ലേ, സായിപ്പ് അത് തിന്നോളും. അങ്ങനെ കുറച്ച് ദിവസം സായിപ്പ് ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തിയും സംഗതിയൊക്കെ നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറ്റി ഇവർക്ക് കൊണ്ടുചെന്ന് കൊടുക്കുക. ആർക്ക്? എബ്രഹാം ലിങ്കൺ, നിമിറ്റ്സ്, ജെറാൾഡ് ഫോർഡ്, ഈ പറഞ്ഞ വലിയ കോമ്പന്മാരൊക്കെ നമ്മുടെ ബോട്ടും മരുന്നും കാത്തിങ്ങനെ ഇരിക്കുകയാണ്, വിശന്ന് നോക്കെത്താതെ ഒരുത്ത് കണ്ണെന്നിട്ട് വരുന്നുണ്ട്. ഇന്ത്യൻ ബോട്ട് തന്നെ രക്ഷപ്പെട്ടു ഭാഗമാ, എല്ലാവരും പാത്രം എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തൊരു കഷ്ടം, എന്തൊരു ഗതികൾ. എന്നിട്ട് ട്രംപ് അടിക്കുന്ന അടി നോക്കണേ. ട്രംപ് ഇന്നലെ പറഞ്ഞു യുദ്ധമൊക്കെ നിർത്തിവെച്ചു. ഏത് യുദ്ധം? ഇസ്രായേൽ ലെബനൻ യുദ്ധം നിർത്തിവെച്ചു എന്ന് പുള്ളി അങ്ങ് പറയുകയാണ്. ഭാഗ്യത്തിന് നെതന്യാഹു ഉടക്കിയില്ല. നെതന്യാഹു പറഞ്ഞു 10 ദിവസത്തേക്ക് ഞാൻ നിർത്തിവെക്കാം, പക്ഷേ തിരിച്ചടിക്കാൻ ഉള്ള എൻ്റെ അവകാശം ഞാൻ നിർത്തിവെക്കില്ല, ഇങ്ങോട്ടടിച്ചാൽ ഞാൻ തിരിച്ചെടുക്കും. ഇതിൻ്റെ ക്യാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീസ് ഫയർ എന്ന് പറയുന്നത് ലെബനനും ഇസ്രായേലും തമ്മിലാണ്. അവരുടെ 2 വിദേശകാര്യ സെക്രട്ടറിമാരോ മന്ത്രിമാരോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വെച്ച് കണ്ടിട്ട് ഒരു കരാറെത്തി 10 ദിവസത്തേക്ക് നിർത്തിവെക്കാമെന്ന് തീരുമാനിച്ചു. ഈ ലെബനനുമായിട്ടുള്ള കരാറ് ഹിസ്ബുള്ളയ്ക്ക് ബാധകമാണോ? അല്ല. ഹിസ്ബുള്ള ഒരു പ്രൈവറ്റ് ആർമിയാണ്, സ്പോൺസേഡ് ബൈ ഇറാൻ. ഇറാൻ പറഞ്ഞാലേ ഹിസ്ബുള്ള യുദ്ധം നിർത്തുള്ളൂ. അതുകൊണ്ടാണ് നെതന്യാഹു പറഞ്ഞു, കാര്യമൊക്കെ ശരി ചേട്ടാ, എന്നെ ഹിസ്ബുള്ള തല്ലിയാൽ ഹിസ്ബുള്ളയെ ഞാൻ തിരിച്ചു തരും. അങ്ങനെ ഞാൻ തിരിച്ചു തരുമ്പോൾ അത് ലെബനനെ തല്ലിയതായിട്ട് കൂട്ടരുത്, ഹിസ്ബുള്ളയെ തല്ലിയതായിട്ട് കൂട്ടാവുള്ളൂ. അങ്ങനെ ശരി എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞ പാടെ നെതന്യാഹു ഹിസ്ബുള്ളയെ ഒന്നുകൂടെ ആക്രമിച്ചു. ഇരിക്കട്ടെ 2 പോകാൻ നേരത്ത്. പോകാനെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോയിട്ടൊന്നുമില്ല, ഇസ്രായേൽ അവിടെ തന്നെ ഉണ്ട്. പുള്ളി പറഞ്ഞു, ഞാൻ എൻ്റെ പട്ടാളത്തെ ഒന്നും വെല്ലുവിളിക്കുകയില്ല. ലെബനൻ പറഞ്ഞു, ഞങ്ങളുടെ ഒരു തരി മണ്ണ് ഇസ്രായേലിന് കൊടുത്തിട്ടുള്ള ഒരു ഏർപ്പാടിനും ഞാനില്ല എന്നൊക്കെ പറഞ്ഞു വലിയ പൊങ്ങച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സാധനം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ലിത്താനി റിവറിൻ്റെ അവിടുന്ന് തെക്കോട്ട് ഉള്ള സ്ഥലം മൊത്തം ഇസ്രായേലിൻ്റെ കയ്യിലായി. അപ്പോൾ അങ്ങനെ ഇസ്രായേൽ ജയിച്ച് നിൽക്കുക. അതുകൊണ്ട് 10 ദിവസം യുദ്ധം ചെയ്തില്ലെങ്കിലും ഇസ്രായേലിന് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇതിനിടയ്ക്ക് വന്ന ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഈ ട്രംപിൻ്റെ ഈ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുമല്ലോ പുള്ളി പറഞ്ഞു, ഇസ്രായേൽ ഈസ് പ്രൊഹിബിറ്റഡ് ഫ്രം അറ്റാക്കിംഗ് ലെബനൻ. അപ്പോൾ ഇസ്രായേലിന് ഇഷ്ടപ്പെട്ടില്ല. ആരൊന്ന് നിരോധിക്കാൻ? നീ ആരാ നിരോധിക്കാനായിട്ട്? ഇസ്രായേൽ ഹാസ് എഗ്രീഡ് ടു സ്റ്റോപ്പ് ദ വാർ വിത്ത് ലെബനൻ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിന് പകരം ഇസ്രായേൽ ഈസ് പ്രൊഹിബിറ്റഡ് ഫ്രം അറ്റാക്കിംഗ്, നിരോധിച്ചിരിക്കുന്നു എന്ന് പറയാൻ താൻ ആരോടും?
അങ്ങനെ ഒരു മുറുമുറുപ്പ് ഇസ്രായേലിലുണ്ടായി. നെതന്യാഹു പറഞ്ഞു പോട്ടെ, ആ കളവൻ അങ്ങനെ പലതും പറയും, വാക്കിനൊക്കെ കയറി പിടിക്കാതെ കാര്യം നടക്കണ്ടേ. അപ്പം അങ്ങനെ ഇസ്രായേലും ലെബനനും ഒരു ധാരണയിലെത്തി. 10 ദിവസത്തേക്ക് ഹിസ്ബുള്ള ആ ധാരണയുടെ ഭാഗമല്ല. ഹിസ്ബുള്ളയ്ക്ക് ചിലപ്പോൾ വീണ്ടും അടി കിട്ടും. ഹിസ്ബുള്ളയ്ക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ അത് യുദ്ധമായിട്ട് ഇറാൻ കൂട്ടും. ഇറാൻ പറയും, കണ്ടോ, സീസ് ഫയറിന് എഗൻസ്റ്റായിട്ട് ഇസ്രായേൽ പ്രവർത്തിച്ചു. ഇസ്രായേൽ പറയും, ഹിസ്ബുള്ളയുമായിട്ട് ഞങ്ങൾക്ക് ഒരു കരാറുമില്ല, ഞങ്ങൾക്ക് കരാറുള്ളത് ലെബനുമായിട്ടാണ്. ഇങ്ങനെ ഇത് കോംപ്ലിക്കേറ്റഡ് ആവും. പക്ഷേ ഇപ്പോൾ ഏതായാലും ശാന്തമായി ട്രംപ് പറഞ്ഞു, എല്ലാം കോംപ്ലിമെൻറ്റ്സ് ആക്കി എല്ലാവരും പിരിഞ്ഞു വെക്കോ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ കൂടെ ട്രംപിൻ്റെ നാക്ക് വെറുതെ ഇരിക്കില്ല. ട്രംപ് പറഞ്ഞു, ഇറാൻ അവരുടെ എൻറിച്ച്ഡ് യുറേനിയം ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കൊണ്ടുവരും. യുറേനിയൻ ഡസ്റ്റും കൊണ്ടുവരും. അപ്പോൾ യുറേനിയം മാത്രമല്ല, യുറേനിയൻ ഡസ്റ്റ് നമ്മൾ ഈ ബേസിൽ നിന്ന് പരിപ്പോടെയൊക്കെ ഇതിലേക്ക് എടുക്കുമല്ലോ. പരിപ്പോടെ എടുത്തു കഴിയുമ്പോൾ പരിപ്പോടെ പൊടി ബാക്കി കിടക്കും, ഡസ്റ്റ്. ആ പൊടിയും കൂടെ നമ്മൾ കൈകൊണ്ട് വരണ്ടി അടുത്ത പാക്കറ്റിലാക്കും. അതുപോലെ യുറേനിയം മൊത്തം എടുക്കുക, യുറേനിയത്തിൻ്റെ പൊടി ഡസ്റ്റും കൂടെ വാരി എടുത്തുകൊണ്ട് പോകും. അതെന്ത് വിഭവങ്ങൾ ഉണ്ടാക്കി തിന്നാനാണോ ഡസ്റ്റ്? ഏതായാലും അത് കൊണ്ടുപോകും എന്നൊക്കെ ട്രംപ് പറഞ്ഞു. ഇറാൻ പറയുകയാണ്, ഇയാളിത് എന്തോർത്താണ് പറയുന്നത്, ഞങ്ങൾ യുറേനിയം ആർക്കും കൊടുക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. യുറേനിയത്തിൻ്റെ കാര്യം പറഞ്ഞാണ് പാകിസ്ഥാനിൽ വെച്ചുള്ള ചർച്ച തല്ലിപ്പിരിഞ്ഞത്. ഇപ്പം രണ്ടാമത് ചർച്ച അതേ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ മറ്റോ പണ്ടാറിളങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് ഞങ്ങൾ യുറേനിയം മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കും, അല്ലെ അമേരിക്കയ്ക്ക് കൊടുക്കും എന്നൊക്കെ ആരെ ഇയാളോട് പറഞ്ഞത്? അതേസമയം അൺകൺഫേംഡ് സോഴ്സസ് എന്ന് പറയുന്നത്, അൺകൺഫേംഡ് സോഴ്സസിൻ്റെ വിവരം എന്താണെന്ന് വെച്ചാൽ, ബാക്ക് ചാനൽ വഴി ഇവരൊരു ധാരണയിലെത്തി. അതിൽ ഇറാൻ പറഞ്ഞു, ഞങ്ങളൊരു 5 വർഷത്തേക്ക് ഈ എൻറിച്ച്മെൻറ്റ് നിർത്തിവെക്കാം. ഈ യുറേനിയം ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ യുറേനിയം കുറച്ച് ഞങ്ങൾ ഇവിടെ വയ്ക്കും ഞങ്ങളുടെ പവർ പ്ലാന്റിന് വേണ്ടിയിട്ട്, ബാക്കി ഞങ്ങൾ വേറൊരു രാജ്യത്തെ ഏൽപ്പിക്കാനായിട്ട് ആലോചിക്കാം എന്ന് ബാക്ക്റൂം ചാനൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് പോലും. ഇതൊക്കെ ആർക്കറിയാം എന്ത് പോലും. ഏതായാലും ഇപ്പോൾ അലമ്പ് കച്ചറയില്ലാതെ നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് ഇറാൻ പറഞ്ഞു, ഹോർമൂസ് കടലിടുക്ക് എല്ലാവർക്കുമായിട്ട് തുറന്നിരിക്കുന്നു. നമ്മുടെ അബ്ബാസ് അരാക്ചിയാണ് പറഞ്ഞത്, ഹോർമൂസ് കടലിടുക്കിൽ ഇനി പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കുമായിട്ട് ഞങ്ങൾ തുറന്നു. അത് തുറന്നു എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ പ്രശ്നം? കഴിഞ്ഞില്ല. ട്രംപ് പറഞ്ഞു, അയാൾ തുറന്നത് നല്ല കാര്യം, പക്ഷേ എൻ്റെ ബ്ലോക്കേഡ് ഞാൻ മാറ്റുന്നില്ല. അപ്പോഴും എൻ്റെ ബ്ലോക്കേഡ് ഞാൻ മാറ്റുന്നില്ല. ബ്രാക്കറ്റിൽ ആരും അറിയാതെ പതുക്കെ പറഞ്ഞു, ഇന്ത്യ ഭക്ഷണം തരുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ ബ്ലോക്കേഡ് ഇപ്പം മാറ്റേണ്ട കാര്യമില്ല. ചാപ്പാട് കിട്ടുന്നുണ്ട്, അത് ഫ്രീ ആയിട്ട്. ആ ചാപ്പാടിന് കാശ് തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ഒരു 15,000 പേർക്ക് ഒരു 10 ദിവസം ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോട്ടെ എന്ന് പറയും. സിക്കുകാർ പറയും കൊണ്ടുപോയി തിന്നടാന്ന് പറയും. എത്രയോ പേർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നു, വലിയ കാര്യമാണ്, കൊണ്ടുപോയി തിന്നടാന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ട്രംപ് ബ്ലോക്കേഡ് മാറ്റില്ല. ഏതായാലും സീസ് ഫയർ എന്താണ് റിസൾട്ട് എന്നറിയട്ടെ എന്ന് പറഞ്ഞ് ട്രംപ് ബ്ലോക്കേഡ് മാറ്റാതെ നിൽക്കുന്നു. ഇത് വീണ്ടും ഇറാനെ ചൊടിപ്പിക്കും. കാരണം അവർ സ്റ്റേറ്റ് ഓഫ് ഹോർമൂസ് തുറന്നു എന്ന് പറഞ്ഞാൽ അവർ വെള്ളക്കൊടി കാണിച്ചു എന്നാണല്ലോ അർത്ഥം. ശരി, ട്രംപ് ബ്ലോക്കേഡ് മാറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇറാനിലെ IRGC പറഞ്ഞു, ഈ ഹോർമൂസ് കടലിടുക്ക് തുറന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തോന്നിയ ദിവസം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്നൊന്നും അല്ല. കൊമേർഷ്യൽ വെഹിക്കിൾസ് മാത്രമേ പോകാവുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഓയിൽ, ഗ്യാസ്, ഫെർട്ടിലൈസർ, ഇരുമ്പ്, ചെമ്പ്, മറ്റേത് മറിച്ചത്, ഇതുപോലത്തെ കൊമേർഷ്യൽ വെഹിക്കിൾസൊക്കെ പോട്ടെ. പട്ടാള കപ്പലുകൾക്ക് പോകാൻ പറ്റില്ല, അമേരിക്കൻ കപ്പലുകൾക്ക് പോകാൻ പറ്റില്ല. ഈ കൊമേർഷ്യൽ വെഹിക്കിൾസ് പോകുന്നത് തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ട് വേണം പോകാൻ. ഞങ്ങൾ തടയില്ല എന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ ഞങ്ങളോട് പറയാതെ ചുമ്മാ അങ്ങോട്ട് പോകാം എന്ന് കരുതരുത്. അപ്പോൾ അതും ഒരു പ്രതിസന്ധിയിലായി. ആകെ കൂടെ
ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്നു. ഏതായാലും സമാധാനമുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ ഒരല്പം ദീർഘശ്വാസം വിടുന്നുണ്ട്. തൽക്കാലം ആക്രമണവും സംഗതിയൊന്നും ഇല്ല. അങ്ങനെ നിൽക്കുന്നു. ഇനി ഇതെപ്പോഴാണ് ഇതെല്ലാം കൂടെ തകിടം മറിയുന്നത് എന്ന് പറയാൻ പറ്റില്ല. തകിടം മറിയാൻ 2 പോയിന്റുകളാണുള്ളത്. ഒന്ന്, ഇസ്രായേൽ ഹിസ്ബുള്ളയെ വീണ്ടും തല്ലും. അതോടെ ആ സീസ് ഫയർ തീരും. ആ സീസ് ഫയർ തീർന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് IRGC ഗൾഫ് ഓഫ് ഹോർമൂസ് പിന്നെയും അടയ്ക്കും. അത് പിന്നെയും പ്രശ്നമാണ്. ഏതായാലും പാകിസ്ഥാനിലാണ് ഇവരെല്ലാം കൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇനി പാകിസ്ഥാൻ്റെ വക എന്തെങ്കിലും പാര ഉണ്ടാവുമോ, അതോ പാകിസ്ഥാൻ വെറുതെ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഫെലിസിറ്റേറ്റർ കസേര പിടിച്ചിടുക, ചായ പരിപ്പുവട പഴംപൊരി ഇതൊക്കെ അറേഞ്ച് ചെയ്യുക, ഈ ജോലിയാണ് പാകിസ്ഥാൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല. കഴിഞ്ഞ തവണ അവർ ഒരു പ്രശ്നമൊക്കെ കാണിച്ചു. അവർ തന്ന കടലാസിൽ നിന്ന് ഒരൈറ്റം വെട്ടിക്കളഞ്ഞ് വേറൊരു കടലാസ് ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കുകയും കച്ചറ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. പിന്നെ അതാരും വലുതായിട്ട് കണക്ക് കൂട്ടിയില്ല, പോട്ടെ എന്നൊക്കെ വിചാരിച്ചു. ഇത്തവണ പാകിസ്ഥാൻ മര്യാദയ്ക്ക് നിൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ സാധിച്ചു എന്ന് വരും. പാകിസ്ഥാൻ മഹാനായതുകൊണ്ടല്ല പാകിസ്ഥാനിൽ സമാധാന ചർച്ച നടത്തുന്നത്, വേറെ മുസ്ലിം രാജ്യം ഇല്ലാത്തതുകൊണ്ടാണ്. അത് പാകിസ്ഥാനും മനസ്സിലാക്കുന്നത് അവർക്ക് നന്ന്. ഏതായാലും വലിയ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് ശാപ്പാട് കൊടുക്കുന്നത് നമ്മളാണ് എന്നുള്ളത് എൻ്റെ റിസർച്ചിൽ തെളിഞ്ഞ ഒരു കാര്യമാണ്. നിങ്ങൾക്കും റിസർച്ച് ചെയ്യാം, അത് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.